ഞാനൊരു അമ്മയാവാൻ പോവുകയാണെന്നുള്ളത് മീൻസ് ഞാനല്ല എങ്കിൽ പോലും ഐ പ്രൗഡ് സേ ഐ എം എ മദർ. അത് നിങ്ങൾക്ക് വൈകാതെ മനസ്സിലാകും. അത് ഒരു വളരെ സീക്രട്ട് ആയിട്ട് ഞങ്ങളുടെ ലൈഫിൽ ഭയങ്കര സീക്രട്ട് ആയിട്ടുള്ള ഒരു സംഭവമാണ്, വെരി പേഴ്സണൽ സംഭവമാണ്. അപ്പോ നിങ്ങൾക്ക് വൈകാതെ കാണാൻ പറ്റും ഇൻഷാ അല്ലാഹ്. വളകാപ്പോൾ അങ്ങനെ ഭയങ്കര അധികം പേഴ്സണൽ ആയിട്ടുള്ള സംഭവം, വളരെയധികം രഹസ്യമായ ഒരു സംഭവം. അവർ വളരെ രഹസ്യമായിട്ട് തന്നെ കാര്യം എല്ലാവരും പറഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ജാസി എന്ന് പറയുന്ന ഈ ആണായിട്ടുള്ള പെണ്ണായിട്ടുള്ള ഈ ആണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുണ്ട് വയറ് താങ്ങി പിടിച്ച് നടക്കുന്നു, താൻ ഗർഭിണിയാണെന്ന് പറയുന്നു, ഞാൻ പ്രസവിക്കാൻ പോകുന്നു എന്നൊക്കെ പറയുന്നു. ഈ പ്രസവം എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയെ അല്ലെങ്കിൽ പ്രസവിക്കാനൊക്കെ ഇതിനൊക്കെ തയ്യാറാക്കുന്ന പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകളെ മുഴുവൻ പച്ചയ്ക്ക് അപമാനിക്കുന്ന വിധത്തിലുള്ള കാട്ടിക്കൂട്ടലായിരുന്നു ഇവർ നടത്തിയിരുന്നത്. പച്ചയ്ക്ക് അപമാനിക്കുക. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ അപമാനിക്കൽ പരിടൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ആളുകളൊക്കെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അല്ല ജാസി, നീ കുറച്ചു കാലമായിട്ട് ആണാണല്ലോ, നീ പെണ്ണാവാനുള്ള ചികിത്സ എടുത്തിട്ടില്ല, ഇനിയിപ്പോ ആണുങ്ങൾക്ക് പ്രസവിക്കാൻ പറ്റില്ലേ എന്നൊക്കെ ചോദിക്കുന്നവർക്ക് ആണുങ്ങൾക്ക് പ്രസവിക്കാം. അതിനെന്ത് വേണം? വയറ്റിനുള്ള ഗർഭപാത്രം കൃത്യമായിട്ട് പല സംഗതികളും പല ഓപ്പറേഷൻസും നടത്തേണ്ടതുണ്ട്. അങ്ങനെ പല പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഒരു പക്ഷേ ഈ സംഗതികളൊക്കെ സാധ്യമാണ് എന്നുള്ളതാണ്. സംഗതിയോടെ വിട്ടേക്കും. എന്തായാലും ആ സാധ്യമായ സംഗതിയൊന്നും ജാസി എന്ന് പറയുന്ന ഈ ഒരു കാട്ടിക്കൂട്ടലുകാർ നടത്തിയിട്ടില്ല എന്ന കാര്യം യാഥാർത്ഥ്യമാണ്, എല്ലാവർക്കും അറിയാം. കുറ്റപ്രസ്ഥാനത്തിന് ന്യായമാണ് വീട്. എന്തായാലും ഈ പെണ്ണെടുത്തി ആണെടുത്തിയാണ് പെണ്ണെടുത്തിയാണ്, പെണ്ണായിട്ടില്ല, ട്രാൻസ്ജെൻഡർ അങ്ങനെ വിളിക്കാം. ഈ ട്രാൻസ്ജെൻഡർ അങ്ങനെ ഒരു ചികിത്സയും മറ്റും നടത്തിയിട്ടില്ല, ഇതുവരെ ആണായിട്ടില്ല എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ എല്ലാവരും പറയുന്നത്. നമുക്കത് വിശ്വസിക്കാം. അതുമായി ബന്ധപ്പെട്ടൊന്നും നമുക്ക് കാണാനില്ല. എന്തായാലും ഇവരിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ അമ്മയാവാൻ പോവുകയാണ്. അമ്മയാവാൻ പോകുന്നത് എങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ അതിനവർക്കൊരു ഉത്തരമുണ്ട് കേട്ടോ. അവർ പറഞ്ഞത് എങ്ങനെയാണ്? രണ്ട് കുട്ടികളുണ്ട്. നേരത്തെ പ്രസവിച്ച കുട്ടിയാണോ? നേരത്തെ പ്രസവ വേദന അനുഭവിച്ചോ? ഇല്ലല്ലോ. അവര് സരോഗസി വഴിയാണ് കുട്ടിയുണ്ടത്. അപ്പൊ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ ഇവിടെ പ്രസവിക്കാത്ത ഒരുപാട് സ്ത്രീകളുണ്ട്. നിങ്ങൾ പറഞ്ഞല്ലോ ജാസി ആണാണ്, പിന്നെ എങ്ങനെ ജാസി പ്രസവിക്കും, ജാസി എങ്ങനെ ഒരു അമ്മയാവുന്നു. അവിടെ പ്രസവിക്കാതെ എത്രയോ ചേച്ചിമാരുണ്ട്. നയൻതാര മാം രണ്ട് കുട്ടികളുണ്ട്. നയൻതാര പ്രസവിച്ച കുട്ടിയാണോ? ഇവരിപ്പോ എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നയൻതാര പ്രസവേദന അനുഭവിച്ചു. നയൻതാരക്ക് എന്റെ പൊന്നു ജാസി, നയൻതാര ഇനിയിപ്പോ ഞാൻ ഇങ്ങനെയൊക്കെ നിങ്ങളെ കാട്ടിക്കൂട്ടിലുകൊണ്ട് മാത്രം പറയാണ്. നയൻതാര ഒരു പെണ്ണാണ്. അവർക്ക് താല്പര്യമില്ല പ്രസവിക്കാൻ. അപ്പൊ എന്ത് ചെയ്തു? ഒരാണിന്റെയും ഭർത്താവായിട്ടുള്ള അവരുടെ ബീജയും ഇവരുടെ അണ്ടവും കൂട്ടിച്ചേർത്തിട്ട് പണ്ട് കാലത്ത് അവന് ടെസ്റ്റ് ട്യൂബ് ശിശു എന്നൊക്കെ വിളിച്ചിരുന്നു. അതൊരു വാടക ഗർഭപാത്രത്തിട്ട് അതിൽ നിക്ഷേപിച്ച് അതിൽ വളർത്തപ്പെട്ടു. സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെ ചികിത്സ ചെയ്തുണ്ടാവുമ്പോൾ ഇരട്ട കുഞ്ഞുങ്ങളാണ് ഉണ്ടാവാറുള്ളത് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് ഇരട്ട കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നു, അവരതിനെ വളർത്തുന്നു. ബയോളജിക്കലൊക്കെ പറയുകയാണെങ്കിൽ നയൻതാരയും ഭർത്താവും തന്നെയാണ് അതിന്റെ ഭാര്യയും ഭർത്താവും. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് രണ്ടും ആണാണ്. ഇവിടെ ജാസിയും ആണാണ്, ഇവിടെ മറ്റാണും ആണാണ്. അപ്പൊ ഇവരിൽ നിന്ന് എങ്ങനെയാണ് അണ്ടവും അതുപോലെ സ്ത്രീകളുടെ അണ്ടം ഇതെങ്ങനെ കിട്ടുക എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും അതിനൊന്നും ഉത്തരമില്ല എന്നൊക്കെ അന്തം വിട്ട് കുത്തിരിക്കുന്ന സമയത്താണ് ഉത്തരമായിട്ട് തിരൂരുകാരിയായിട്ടുള്ള ഒരു ഡോക്ടർ വന്നത്. അത് നന്നായി. അവര് പറയുന്നുണ്ട് എല്ലാം വ്യക്തമായിട്ട്. ചെക്കപ്പ് കഴിഞ്ഞോ? എല്ലാരും ഡൗട്ടാണ് ജാസി ഗർഭിണിയാണോ ജാസിക്ക് എത്ര മാസമായി എന്നുള്ളത്. ആരും അങ്ങനെ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ എല്ലാവരും വിശ്വസിക്കാൻ സീരിയസ്ലി നുണ പറയുന്നല്ല. സീരിയസ്ലി നുണ പറയുന്നല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവര് അഭിനയിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇമാതിരി അഭിനയാന്നറിയാം, എന്തൊരു അഴുക്ക അഭിനയാന്നറിയാവോ, എന്തൊരു വഷളൻ അഭിനയാന്നറിയാവോ. കേരളത്തിലെ ഗർഭിണികളെ സ്ത്രീകളെ മുഴുവൻ അപമാനിക്കുന്ന രീതിയിലാണ് ഇവർ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് കൃത്യമായിട്ടും ഇവർക്ക്, അതായത് ജാസിക്ക് ഗർഭം ധരിക്കാൻ പറ്റുമോ പച്ചമലത്തിൽ. ഇനിയിപ്പോൾ അവർ ട്രാൻസ്ജെൻഡർ ആണോ, ആണാണോ, പെണ്ണാണോ എന്നുള്ള ചർച്ചകളൊക്കെ സോഷ്യൽ മീഡിയക്കാരെ ഒന്ന് മാറ്റിവെക്കി. ചോദ്യം ഇത്ര മാത്രമാണ്, അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഗർഭം ധരിക്കാനുള്ള സാധ്യത ഉണ്ടോ? കേട്ടോ, നല്ല വിഷമം തോന്നി. ഇതൊക്കെ കണ്ട് വിശ്വസിക്കുന്നവരെ ഓർത്ത് എത്ര കൂളായിട്ടാണ് അവരൊക്കെ വിഡ്ഢികളാക്കപ്പെട്ടത്. ഈ വീഡിയോ ചെയ്ത വ്യക്തിയുടെ അമ്മയാവാനുള്ള മനസ്സിന്റെ വെമ്പൽ, അവരുടെ ഇമോഷൻസ്, അവർ ലൈഫിൽ അനുഭവിച്ച സ്ട്രഗിൾസ്, ഇതിനൊക്കെ റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷെ ഈ ചെയ്യുന്നതിനെ ന്യായീകരിക്കാനാവില്ല. ഇതൊക്കെ അത് വളരെ കൃത്യമാണ്. ഇവരിപ്പോ ഈ ചെയ്ത് നമുക്ക് ആർക്കും ന്യായീകരിക്കാൻ കഴിയില്ല. കാരണം ഇവര് അതിഭീകരമായിട്ട് അഭിനയിക്കുന്നു.
5 മാസമായെന്ന് പറയുന്നു, വയറ് താങ്ങി പിടിച്ച് നടക്കുന്നു. അത് സാധാരണ ഒരു ഗർഭിണി സ്ത്രീകളൊക്കെ ഒരു പക്ഷേ ജാസിക്ക് അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടായിരിക്കാം. അവരെ ആഗ്രഹത്തെ നമുക്ക് മാനിക്കുകയും ചെയ്യാം. പക്ഷേ ഈ ആളുകളെ പറ്റിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് നിർത്തണം. ഇങ്ങനെ ഷോർട്സുകൾ ഇട്ടിട്ട് ഈ പിന്നാലെ ക്യാമറയിൽ തൂക്കി നടക്കുന്ന പപ്പരാസികളുടെ മുമ്പിൽ ഇത്തരത്തിലുള്ള അഭിനയങ്ങളൊക്കെ കാഴ്ച കൂട്ടിയിട്ട് ആളുകൾ തന്റെ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് 100% മനസ്സിലാക്കിയിട്ട് തന്നെ കസേരയിലൊക്കെ ഇരിക്കുമ്പോൾ വയറ് തടവുക, വയറ്റിനുള്ളിരുന്നിട്ട് കുഞ്ഞനങ്ങുന്നത് പോലെയൊക്കെ അഭിനയിക്കുക, എന്നിട്ട് തൊട്ടടുത്തിരിക്കുന്നവന്റെ കൈ എടുത്തിട്ട് വയറ്റിൽ വെച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുക. അപ്പൊ അവൻ കുഞ്ഞനങ്ങുന്ന അവന്റെ മുഖത്ത് ഫീലിംഗ് കാണിക്കുക. എന്തിനാണ് ഇത്തരം അഭിനയങ്ങളെല്ലാം? നിങ്ങളൊരു വാടക ഗർഭപാത്രത്തിൽ നിങ്ങളെ കുഞ്ഞിനെ വളർത്താൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന വാർത്ത ജനങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അറിയിക്കാം. ഉണ്ടെങ്കിൽ അത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ലെറ്റ് ഇറ്റ് ബി, അങ്ങനെ ജീവിച്ചോളൂ എന്നുള്ളതാണ്. പക്ഷെ ഇത് കേരളത്തിലെയും ലോകത്തിലെയും എല്ലാ പെണ്ണുങ്ങളെയും ഇങ്ങനെ കളിപ്പിക്കുന്ന രീതിയിലൊക്കെ വീഡിയോ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ബാക്കി കേൾക്കാം. കുഞ്ഞുണ്ടാവാനായിട്ട് ഒരു സ്ത്രീക്ക് ആവശ്യമായിട്ടുള്ളത് എഗ് അഥവാ അണ്ടം ഉൽപ്പാദിപ്പിക്കാനുള്ള ഫങ്ഷനിങ് ആയിട്ടുള്ള ഒരു ഓവറിയും ആ കുഞ്ഞിനെ ചുമക്കാനായിട്ട് ഫങ്ഷനിങ് ആയിട്ടുള്ള യൂട്രസുമാണ്. കൂടാതെ ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹോർമോൺ വ്യവസ്ഥയും. കാരണം ഹൃദയമൊക്കെ നമ്മൾ മാറ്റി വെക്കാറില്ലേ, അതുപോലെ യൂട്രസ് ഇല്ലാത്ത സ്ത്രീകൾക്ക് ഗർഭം ധരിക്കാനായിട്ട് മറ്റൊരു വ്യക്തിയിൽ നിന്ന് യൂട്രൈൻ ട്രാൻസ്പ്ലാന്റേഷൻ വിജയകരമായിട്ട് ഇപ്പൊ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ ലോകത്ത് ഇന്ന് വരെ ഒരു പുരുഷനും ഇത്തരം സർജറികൾ വിജയകരമായിട്ടില്ല. ചുരുക്കം എക്സ്റ്റേണൽ അവയവങ്ങളിലൊക്കെ സർജറി നടത്തിയ സ്ത്രീകൾ മനസ്സിലായോ എന്ന് വിചാരിക്കുന്നു. അപ്പൊ ജാസി ഗർഭിണിയാണെന്നുള്ള ധാരണ ദയവ് ചെയ്തിട്ട് ആ ജാസിയുടെ ആരാധക വൃന്ദങ്ങൾ ഒന്ന് മാറ്റിവെക്കുക. കാരണം സ്ത്രീകൾക്ക് ഇങ്ങനെ ഗർഭം ധരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ കുഞ്ഞു വളരേണ്ട ഗർഭപാത്രം അത്ര കൃത്യമല്ലെങ്കിൽ അത് ഓപ്പറേറ്റ് ചെയ്തിട്ടൊക്കെ കൃത്രിമമായിട്ട് അല്ലെങ്കിൽ പുതിയതൊക്കെ വെക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷേ ലോകത്തെവിടെയും ഒരു പുരുഷൻ ഇത് വെച്ചിട്ടില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതിൽ മിസ്റ്റേക്ക് ഉണ്ട്. സ്ത്രീകളുടെ ഹോർമോൺ സപ്ലിമെന്റ്സ് എടുക്കാം എന്നല്ലാതെ ഫങ്ഷനിങ് ആയിട്ടുള്ള യൂട്രസോ ഓവറിയോ ഇവരിൽ തുന്നി പിടിപ്പിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. യൂട്രസ് ഇല്ലാത്തിടത്ത് എന്ത് ഗർഭം? അപ്പൊ അവർക്ക് സ്വന്തമായിട്ട് കുഞ്ഞുണ്ടാവണമെങ്കിൽ എന്താ ചെയ്യാ? സർജറിക്ക് മുമ്പായിട്ട് അവരുടെ ബീജം എടുത്ത് പ്രിസർവ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഒരു സറഗേറ്റ് മദറിനെ എടുത്ത് വാടക ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ച് കുഞ്ഞുണ്ടാക്കൽ മാത്രമാണ് പോകാൻ വഴി. ഏതൊരു സ്ത്രീയുടെയും ലൈഫിൽ ഏറ്റവും പ്രാധാന്യം നൽകുന്ന ഭാഗങ്ങളാണ് പ്രഗ്നൻസിയും ചൈൽഡ് ബർത്തും ഒക്കെ. അതൊന്നും ഇങ്ങനെ ഫേക്ക് ചെയ്യപ്പെടുന്ന ഒന്നല്ല. സോഷ്യൽ മീഡിയ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നമാണ്. എല്ലാവരുടെയും ആഗ്രഹങ്ങൾ ഒന്നുക തന്നെയാണ്, ഒരു കുഞ്ഞുണ്ടാവുക എന്ന് പറയുന്നത്. പല സ്ത്രീകൾ ആഗ്രഹിക്കുന്നു, എല്ലാവരും ഒന്നും പറയില്ല, ചില സ്ത്രീകളൊക്കെ അത് ആഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹിക്കുന്ന വളരെ 100% സത്യസന്ധമായിട്ടാണ്, ഭയങ്കര മോഹത്തോട് കൂടിയിട്ടാണ്. പക്ഷെ ഇവിടെ അത് ഒരു ഫേക്കാണ്, ഫേക്ക് കളിയാണ്. അതിന്റെ ഭാഗമായിട്ട് റീച്ച് കിട്ടണം, താൻ ഗർഭിണിയാണെന്ന് പറഞ്ഞ് റീച്ച് കിട്ടണം. ലോകത്ത് രണ്ടേ ആളുടെ കയ്യിൽ മാത്രമേ ഈ മാലയുള്ളൂ. അതൊന്നും എൻ്റെ കയ്യിലും ഒന്നും എൻ്റെ പ്രിയങ്ക ചോപ്രയുടെ കയ്യിലും. ലോകത്ത് രണ്ടേ ആളുടെ കയ്യിൽ ഈ വാച്ചുള്ളൂ, ഒന്ന് എൻ്റെ കയ്യിലും പിന്നെ ഒന്ന് അമിതാഭ് ബച്ചന്റെ കയ്യിലും എന്നീ പറയുന്ന വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയൊക്കെ റീച്ച് കിട്ടില്ല. 4 തെറി കേട്ടാലും വേണ്ടില്ല, തന്റെ ചാനലൊന്ന് ഉയർന്നാൽ മതി എന്ന് മാത്രം വിചാരിച്ച് നടക്കുന്ന ഒരു ടീമാണ്. നമ്മള് കാരണം ഒരാളുടെയെങ്കിലും തെറ്റിദ്ധാരണ മാറ്റാൻ പറ്റട്ടെ എന്നും നമ്മൾ കാരണം ഒരാളെങ്കിലും തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കട്ടെ എന്നും ആയിരിക്കട്ടെ നമ്മുടെ മോട്ടോ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എന്തായാലും അത് കൃത്യമായിട്ട് അവരതിനെപ്പറ്റി പറയുന്നു. കാരണം നമ്മൾ കാരണം മറ്റുള്ളവർ ഒരു അബദ്ധത്തിലേക്ക് എത്തരുത്, അല്ലെങ്കിൽ ഒരു അബദ്ധ ചിന്താഗതിയിലേക്ക് എത്തരുത്. ആ തെറ്റിദ്ധാരണയൊക്കെ മാറണം. എന്തായാലും എൻ്റെ തെറ്റിദ്ധാരണ മാറാൻ കാരണം ഈ ഒരു ഡോക്ടറാണ്. കൃത്യമായിട്ട് അവർ പറഞ്ഞു തന്നു. നിങ്ങൾക്ക് മാറിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ജാസി ആരാധകർ ഒന്ന് മാറി കേട്ടോ, മാറുന്നുള്ളൂ. 2 അടി 3 അടിയൊക്കെ മാറുന്നുള്ളൂ. അല്ലെങ്കിൽ അതൊക്കെ കേട്ടിന് നടന്നത്. എല്ലാരും ഡൗട്ടാണ്, ജാസി ഗർഭിണിയാണോ ജാസിക്ക് എത്ര മാസമായി എന്നുള്ളത് ആരും അങ്ങനെ വിശ്വസിക്കുന്നില്ല. ശരി 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 ശരി.